പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ സ്നേഹമാണ് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. അത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, നിയമാവർത്തന പുസ്തകം 4:7 വലിയൊരു അഭിഷേകം ഞങ്ങളിലേക്ക് അങ്ങ് വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവം ഇത്ര അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈശോയെ, വലിയൊരു സ്നേഹം ഞങ്ങളുടെ ആത്മാവിലേക്ക് അങ്ങ് ചൊരിയണമേ. വലിയൊരു തീക്ഷ്ണത ഞങ്ങളുടെ ആത്മാവിലേക്ക് അങ്ങ് ചൊരിയണമേ. ഈശോയെ, വെളിപാട് പുസ്തകം 4:8 ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത്, ഈ ഒരു ചെറിയ ഗോതമ്പപ്പത്തിലൂടെ ഞങ്ങളോടൊപ്പമായിരിക്കുന്നത്, ലോകം മുഴുവൻ ഒരു വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടു, ലോകം മുഴുവനും തൻ്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു, ലോകം മുഴുവനെയും പാപത്തിൻ്റെ കെണിയിൽ നിന്നും പുത്രനിലൂടെ രക്ഷപ്പെടുത്തി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ സ്വയം ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയെ, ജീവിതത്തെ സമർപ്പിക്കുന്നു. എല്ലാം അറിയുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം വിശുദ്ധീകരിക്കുന്ന പൊന്നുതമ്പുരാനെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ ക്ലേശങ്ങളാൽ ഞങ്ങൾ വേദനിക്കുമ്പോൾ, ആകുലപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, ജീവിതം ഭാരമായി തോന്നുമ്പോൾ, ഈശോയെ, അങ്ങാണല്ലോ ഞങ്ങൾക്ക് അഭയം, ആശ്രയം. വചനത്തിലൂടെ അങ്ങ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയെ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 11:9 പറയുന്നുണ്ടല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വീണ്ടും 13-ാം തിരുവചനം, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഈശോയെ, അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യം അത് മറ്റൊന്നുമല്ല, നിയോഗങ്ങളോ പ്രാർത്ഥനകളോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പത്തോ ആരോഗ്യമോ ഒന്നുമല്ല, അങ്ങയുടെ പരിശുദ്ധാത്മാവാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 32-ാം തിരുവചനം, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. മത്തായി സുവിശേഷം 6:32, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. വീണ്ടും 6-ാം അധ്യായം 8-ാം തിരുവചനം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഈശോയെ,
ഈ വചനത്തിൻ്റെ വലിയൊരു അധികാര അഭിഷേകം ആശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് അങ്ങ് ചൊരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ സൂചിപ്പിക്കുന്ന ഈ വചനഭാഗം ഞങ്ങൾ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എന്തൊക്കെ ഉപേക്ഷിക്കണം, എന്തൊക്കെ വേണ്ടാന്ന് വെക്കണം, എന്താണ് കാര്യങ്ങൾ, എല്ലാം വ്യക്തതയിൽ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. ഞങ്ങളുടെ ബുദ്ധിയും അറിവും ജ്ഞാനവും എല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ബുദ്ധിയെ, മനസ്സിനെ, ഹൃദയത്തെ, വികാര വിചാരങ്ങളെ, ആത്മീയ എല്ലാ മേഖലകളെയും, ബാഹ്യ ഇന്ദ്രിയങ്ങളെയും ആന്തരിക ഇന്ദ്രിയങ്ങളെയും ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ജീവിതത്തിൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പൗരോഹിത്യ ജീവിതത്തിന് എന്ത് ചെയ്യണം, സന്യാസ ജീവിതത്തിൽ എന്ത് ചെയ്യണം, വിവാഹ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഒരു ജീവിത പങ്കാളി, അപ്പൻ, അമ്മ, കുടുംബനാഥൻ, മക്കൾ, യുവജനങ്ങൾ എന്നീ നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഈശോയെ, ഞങ്ങളെ പഠിപ്പിക്കണമേ. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തളർച്ചയിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കട നിമിഷങ്ങളിൽ, ആകുലപ്പെടുന്ന സമയത്ത്, സന്തോഷത്തിൻ്റെ സമയത്ത് എല്ലാം ഈശോയെ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വചനം ഓർമ്മിപ്പിക്കണമേ. ജീവിതത്തിൽ ക്ലേശപ്പെടുമ്പോൾ ഈശോയെ ഞങ്ങളുടെ വചനത്തെ ഓർമ്മിപ്പിക്കണമേ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെ, പഠിപ്പിച്ച കാര്യങ്ങളെ അങ്ങ് ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും അങ്ങയുടെ വചനത്തിൽ അടിയുറച്ചു നിന്ന് അങ്ങിൽ കൂടുതൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ വളരാൻ, ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വചനം പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. കാരണം ഈ സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകില്ല, ഭയപ്പെടില്ല. കാരണം സത്യാത്മാവ് കടന്നു വരുമ്പോൾ വലിയൊരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തെ ഓർത്ത്, യോഹന്നാൻ 14:21 മുതലുള്ള വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് സഹായകൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിരുന്നവ, പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോയെ, വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലേക്ക്, പഠന മേഖലകളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, ഉപജീവന മാർഗങ്ങളിലേക്ക്, ഞങ്ങളുടെ ആരോഗ്യത്തിലേക്ക്, ബുദ്ധിയിലേക്ക്, മനസ്സിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, യുവജനങ്ങളിലേക്ക്, കുടുംബനാഥനാഥന്മാരിലേക്ക്
ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക്, കുടുംബത്തിൻ്റെ അവസ്ഥകളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഭവനത്തിലേക്ക്, ഇടങ്ങളിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ഈശോയെ എഴുന്നള്ളി വരണമേ. ഈശോയെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ശക്തിപ്പെടുത്തണമേ. പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുമ്പോൾ ഇവർക്കെതിരെ കടന്നു വരുന്ന, ഇവരെ സ്വാധീനിക്കുന്ന, ഇവരെ അലട്ടുന്ന, ഇവരെ തടസ്സപ്പെടുത്തുന്ന, സമാധാനത്തിനെതിരെ കടന്നു വരുന്ന, അങ്ങയുടെ സമാധാനത്തിനെതിരെ കടന്നു വരുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെ, എല്ലാ അന്ധകാര ശക്തികളെ, കെട്ടുകളെ, ബന്ധനങ്ങളെ, പാപത്തിൻ്റെ മേഖലകളെ, സാന്നിധ്യങ്ങളെ, സ്വാധീനങ്ങളെ, ദുശീലങ്ങളെ, ജഡികാസക്തിയുടെ, മദ്യാസക്തിയുടെ, അലസതയുടെ ദുരാത്മാക്കളെ, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, ക്ഷുദ്രവിദ്യയുടെ, കൈവിഷത്തിൻ്റെ ദുരാത്മാക്കളെ, കെട്ടുകളെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, നിത്യകന്യകയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, മധ്യസ്ഥതയിൽ, വിശുദ്ധ മിഖായേലിൻ്റെ സാന്നിധ്യത്തിൽ, മധ്യസ്ഥതയിൽ, തിരുരക്തത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിലെ ബലിയുടെ യോഗ്യതയിൽ അധികാരത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിൻ്റെ കീഴിലേക്ക് ആട്ടിപ്പായിക്കുന്നു, നിത്യനരകത്തിലേക്ക് അവ വിട്ടുപോകട്ടെ എന്ന് ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണം. യേശുനാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടും. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ നിർവീര്യമാണ്. ഈശോയെ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ജീവിതത്തെയും അങ്ങയുടെ അനുഗ്രഹത്തിനായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ നിൻ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.